കേരളത്തിലെ അറബി രചനകൾ സാമൂഹിക നിർമ്മിതിക്ക് വഹിച്ച പങ്ക്. കിതാബുകളുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികളായ ഉലമാക്കൾ കേവലം മസ്അലകൾ എഴുതി വയ്ക്കുകയോ ചരിത്രം രേഖപ്പെടുത്തുകയോ മാത്രമല്ല ചെയ്തത്, മറിച്ച് അക്ഷരങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. നമ്മുടെ കയ്യിലുള്ള ഓരോ ഗ്രന്ഥവും, നമ്മുടെ കയ്യിലുള്ള ഓരോ കേരളീയ മുസ്ലിം സമൂഹത്തിലെയും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസപരപ്പിന് നൽകിയ സംഭാവനകൾ എത്ര വലുതാണ്, നൽകിയ സംഭാവനകൾ എത്ര വലുതാണ്. ഒരു സമൂഹം രൂപപ്പെടുന്നത് അതിന്റെ വിശ്വാസപരമായ ഒരു സമൂഹം രൂപപ്പെടുന്നത് അതിന്റെ വിശ്വാസപരമായ അടിത്തറയിലാണ്. ഒരു സമൂഹത്തെ ആദർശപരമായ വ്യക്തതയും ഐക്യവുമാണ് ഒരു കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയത് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിലേക്ക് ഇസ്ലാം ഈ വിഷയത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പണ്ഡിതന്മാർ ഈ വിഷയ ശരിയായ ആദർശം എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ, അവരുടെ ശരിയായ ആശയം എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ സൈനുദ്ദീൻ അവർ അറബി ഭാഷയാലുള്ള മഹത്തുക്കൾ ഉപയോഗിച്ച ഗ്രന്ഥങ്ങൾ അക്കാലത്ത് കടന്നു വരാൻ അവർ അറബി ഭാഷയാവാദപരമായ ചിന്തകൾക്ക് തടയിടാൻ സൈനുദ്ദീൻ ഒന്നാമൻ കേവലം കർമ്മശാസ്ത്രങ്ങളെങ്ങാതെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഗ്രന്ഥമായ നിലപാട് കടന്നു വരാൻ രചനകളിലൂടെ നമ്മുടെ വാദപരമായ ചിന്തകളിന് ആദർശം തടയിടാൻ ഒരു പ്രാപ്തമായിരുന്നു പണിതു നൽകി. കേവലം കർമ്മശാസ്ത്രത്തിൽ ദർശനങ്ങളിലും വിശ്വാസപരമായ കാര്യങ്ങളിലും കൃത്യമായ നിലപാട് സംസാരിച്ചപ്പോൾ വ്യക്തമായ കേരളത്തിലെ രചനകളിലൂടെ സമൂഹം ആദർശപരമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന നമ്മുടെ രചനകളിലൂടെ നമ്മുടെ ആദ്യത്തെയും സമൂഹത്തിന് ആദർശപരമായ അടിത്തറ തന്നെ ഒരു സമൂഹം. എന്നാൽ ഈ രചനകൾ കുറെ ആളുകളുടെ പള്ളി മിഹ്റാബുകളിലും മറിച്ച് ഒരേ സ്വരമായ നിയമങ്ങളും കേരളത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ആദർശപരമായ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ അതായിരുന്നു നമ്മുടെ സാമൂഹിക കുടുംബജീവിതത്തിലെ ആദ്യത്തെ സാമൂഹിക ജീവിതത്തിലും പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഒരു സമൂഹം നിയമങ്ങളെ കേവലം നമ്മുടെ ആളുകൾ വ്യക്തമായ ധാരണയുണ്ടായിച്ച് വ്യക്തമായ നിയമമെല്ലാം അവർ അനുസരിച്ച് ജീവിക്കുന്ന ഭാഷയിലെ സംഘമാണ്. ലോകം മുഴുവൻ ആദരവോടെ കാണുന്ന മരണം വരെയുള്ള കാര്യങ്ങളിലുമിന്റെ ഏറ്റവും ആധികാരിക കുടുംബജീവിതത്തിലുമായ സാമൂഹിക ജീവിതത്തിലും പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും അവരുടെ നിയമങ്ങളെക്കുറിച്ചും നമ്മുടെ ഉലമാക്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അഭിമാനത്തോടെ ഈ നിയമങ്ങളെല്ലാം ഫത്ഹുൽ മുഈൻ കേവലം ഈ നിയമങ്ങളെല്ലാം അവർ ക്രോഡീകരിച്ച മഹല്ല് അറബി ഭാഷയിലായി ഭരണഘടനയായിരുന്നു. ഈ നിയമങ്ങളെല്ലാം അവർ ക്രോഡീകരിച്ച സാധാരണ അറബി ഭാഷയിലായിരുന്നു. ഏത് വിഷയത്തിൽ ആദരവോടെ സംശയമുണ്ട ഇമാം ഷാഫിഈ പരിഹാരം കാണാൻ ഈ ഏറ്റവും ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം കച്ചവടം അവരുടെ സാമൂഹിക ഇടപാടുകൾ കേരളത്തിൽ തുടങ്ങി ഒരു മഹല്ലിന്റെ കെട്ടുറപ്പിന് ആവശ്യമായ അഭിമാനത്തോടെ മുറുകണം. നമ്മുടെ ഫത്ഹുൽ മുഈൻ കേവലം രചനകളിലൂടെ വ്യവസ്ഥത്തിലെ മഹല്ല് സംവിധാനം അങ്ങനെ ഓരോ മഹല്ലിലെത്തും ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് സാധാരണ ഒരു സാമൂഹിക ജീവിതത്തിലായി മാറി. ഈ സാമൂഹിക ഘടനയുടെ ഒരു സംശയം ഉണ്ടായാൽ നമ്മൾ അതിന് പരിഹാരം കാണാൻ അവരുടെ അറബി ഗ്രന്ഥങ്ങളുമായിരുന്നു. ഒരു സമൂഹത്തിന് നിയമങ്ങൾ മാത്രം, അതിന് ആത്മീയമായ ഒരു ചൈതന്യ ഇടപാടുകൾ, ജനങ്ങളുടെ ഒരു ഹൃദയങ്ങളെ പരസ്പരത്തിന് ആവശ്യമായ എല്ലാ നിയമങ്ങളിലേക്കും നമ്മുടെ റസൂലിലേക്കും അടുപ്പിക്കുന്ന രചനകളിലൂടെ ആത്മീയ ചൈതന്യമാണ്. കേരളത്തിലെ സുന്നത്തെ ഓരോ സാമൂഹിക ഇസ്ലാമിക നിയമങ്ങൾ പ്രവർത്തിച്ച ഒരു വളരെ വലുതായി മാറി. അവരുടെ സാമൂഹിക ഘടനയുടെ സൗഖ്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉടമാത്തികൾ അവരുടെ അറബി സമൂഹത്തിൽ വലിയ ആത്മീയ ഉണർവുണ്ടാക്കി. ഒരു സമൂഹത്തിന് നിയമങ്ങളുള്ള മഹത്തുക്കളുടെ ജീവിതവും ആത്മീയമായ ഒരു ചൈതന്യത്തിൽ നടന്ന ജനങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരത്തിലുള്ള
ആളുകളെയും അല്ലാഹുവിലേക്കും സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും അല്ലാഹുവിനോടും റസൂലിനോടും ഔലിയാക്കളോടും സുന്നത്ത് ജമാഅത്തിനും സാമൂഹികമായി സഹായകമായി വളരെ ഇത് കേവലം വ്യക്തിപരമായ കാര്യമായി പ്രത്യേകിച്ചും തസവ്വുഫുമായി ഒരുമിച്ച് ദിക്ർ ചൊല്ലിയും മൗലിദ് പാരായണം ചെയ്തും ഒരുമിച്ച് മോക്ഷണം കഴിച്ചും എന്നിവ അവർക്കിടയിൽ ശക്തമായ ഒരു സാമൂഹിക ഉണർവും രൂപപ്പെട്ടു. മമ്പുറന്തങ്ങളെ പോലുള്ള കൂട്ടായ്മയാളുടെ ജീവിതസന്ധി ഘട്ടങ്ങൾ അവരുടെ കാർമ്മികത്വത്തിൽ താങ്ങും ആത്മീയ സദസ്സുകളും ഒരു സമൂഹത്തിലെ നിർമ്മിക്കപ്പെടലുമുള്ള അതിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് സാധാരണക്കാരായ മനുഷ്യർ ബാഹ്യമായ വെല്ലുവിളികളെ ഔലിയാക്കളോടും പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ കേരളീയ മുസ്ലിം സമൂഹം ഈ രചനകൾ ഐതിഹാസികമായ ഇത് കേവലം വ്യക്തിപരമായ കാര്യമായിരുന്നില്ല. ആശയപരവും ഒരുമിച്ച് ദിക്ർ ചൊല്ലിയും മൗലിദ് പാരായണം ചെയ്യും നമ്മുടെ ഉലമാക്കളുടെ ഭക്ഷണം രചനകളായി അവർക്കിടയിൽ ശക്തമായ ഒരു സാമൂഹിക ബന്ധം രൂപം നമ്മുടെ ഉലമാക്കളുടെ അറബി രചനകളായാണ്. നമ്മുടെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി വർത്തിക്കുന്നു. അത് കേവലം ഒരു സമൂഹം നിർമ്മിക്കപ്പെടുന്നതില്ല, അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിനെതിരെ പോരാടാൻ ആഭ്യന്തര കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിലൂടെ മാത്രമല്ല, ബാഹ്യമായ വെല്ലുവിളി ഒരു ശക്തമായ രാഷ്ട്രീയ രചന കൂടി നേരിടുന്നതിലൂടെ സാമൂതിരി രാജാവിനെ സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യമായ എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുമായി സഹകരിച്ച് നാടിന്റെ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ കേരളീയ മുസ്ലിം ഐതിഹാസികമായ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം നമുക്കറിയാം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലും ആശയപരവും ആത്മീയവുമായ രചനകൾ കരുത്തു സമൂഹത്തിന് നമ്മുടെ ഉലമാക്കളുടെ അറബി രചനകളായിരുന്നു. മുസ്ലിം സമൂഹത്തിന് ആത്മവിശ്വാസവും നൽകുകയും മുസ്ലിം ആത്മവിശ്വാസവുമായ കരുത്ത് പ്രതിരോധത്തിന്റെ ഒരു സാമൂഹിക ബോധം അവരിൽ വളർത്തുകയും ചെയ്തു. നമ്മുടെ മുൻഗാമികൾ അറബി ഭാഷയിൽ അവരുടെ കേവലം കടലാസുകളിൽ എന്ന ഒതുങ്ങേണ്ട അക്ഷരങ്ങളെയല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും നിയമവ്യവസ്ഥയെയും ആത്മീയതയെയും പ്രതിരോധത്തെയും അത് കേവലം നാം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹിക കെട്ടുറപ്പിന് പിന്നിൽ അവരുടെ കഠിനാധ്വാനവും ഇഖ്ലാസും ഈ പൈതൃകത്തിന്റെ പിൻഗാമികളാണ് നമ്മൾ. നമ്മുടെ കയ്യിലുള്ള കിതാബുകളെ മറിച്ച് പരീക്ഷാധിനിവേശത്തിനെതിരെ പോരാടാനാതെ മുസ്ലിങ്ങൾക്ക് ആഹ്വാനങ്ങളെ നിർമ്മിക്കാമെന്നും സംരക്ഷിക്കാമെന്നും പഠിപ്പിക്കുന്ന മാർഗരേഖകളായ രാഷ്ട്രീയ രചന കൂടിയ ഈ പാരമ്പര്യം സാമൂതിരി രാജാവിനെ നമ്മുടെ സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇന്നത്തെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ കാലഘട്ടത്തിൽ അനുയോജ്യമായ രചനകൾ നടത്താനും പോരാടാൻ സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകാനും നമുക്ക് കഴിയണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതിന്റെ ആവശ്യകത അവരുടെ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ അത് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും പിൽക്കാലത്ത് വന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലും ഉമർ ഖാദിയെ പോലുള്ള മഹത്തുക്കളുടെ രചനകൾ സമൂഹത്തിന് ദിശാബോധം നൽകി. ഈ രചനകൾ മുസ്ലിം സമൂഹത്തിന് ആത്മവിശ്വാസവും നൽകട്ടെ, പ്രതിരോധത്തിൻ്റെ ഒരു സാമൂഹിക ബോധം അവരിൽ വളർത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, നമ്മുടെ മുൻഗാമികൾ അറബി ഭാഷയിൽ രചിച്ചത് കേവലം കടലാസുകളിൽ ഒതുങ്ങട്ടെ. അവരുടെ വിജ്ഞാനത്തിൻ്റെ കേവലം കടലാസുകളിൽ നമുക്ക് ഒതുങ്ങേണ്ട അക്ഷരങ്ങളെയല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും നിയമവ്യവസ്ഥയെയും ആത്മീയതയെയും പ്രതിരോധത്തെയുമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സാമൂഹിക കെട്ടുറപ്പിന് പിന്നിൽ അവരുടെ കഠിനാധ്വാനവും എല്ലാവർക്കും ഇഖ്ലാസും നൽകട്ടെ. ഈ പൈതൃകത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ. നമ്മുടെ കയ്യിലുള്ള കിതാബുകളെ കേവലം പരീക്ഷ പാസ്സാകാനുള്ള ഒന്നായി കാണാതെ ഒരു സമൂഹത്തെ എങ്ങനെ നിർമ്മിക്കാമെന്നും സംരക്ഷിക്കാമെന്നും പഠിപ്പിക്കുന്ന മാർഗരേഖകളായി നാം മനസ്സിലാക്കണം. ഈ പാരമ്പര്യം ഒരുങ്ങേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇന്നത്തെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ കാലഘട്ടത്തിന് അനുയോജ്യമായ രചനകൾ നടത്താനും
സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമ്മുടെ ഉലമാക്കളുടെ ദറജ ഉയർത്തട്ടെ. അവരുടെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ.